സാറിന് കുറച്ച് വൈകിയല്ലേ, എന്ത് പറ്റി? വരുന്ന വഴിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാനുണ്ട് തോറ്റു കൊടുക്കാൻ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഈ മോഹനകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരുമാതിരി നാടക ഡയലോഗ് പോലെ ആയല്ലോ സാറേ. നാടകത്തിലെ സംഭാഷണ ശകലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെന്തിനാ വെറുതെ ഒരു വിദേശ ഭാഷ കടങ്ങളോണം? ഇതൊരു പുതിയ സൂക്കേടാണല്ലോ. അല്ല, സാറെന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? അതായത് നമ്മുടെ കാര്യാലയത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ എഴുത്തുപലകുണ്ടല്ലോ, അതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് മാറ്റണം. എഴുത്തുപലകയോ? അത് ബോർഡല്ലേ? ഓ, വീണ്ടും വിദേശ ഭാഷ. മലയാളം പറയാൻ പഠിക്കൂ ശിശുപാല. സാറിന് രാവിലെ എന്തിന്റെ അസുഖ? ഈ എഴുത്തുപലകയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? വില്ലേജ് ഓഫീസ്. അത് മാറ്റണം. അതൊക്കെ മാറണം. നമുക്ക് മലയാളം മതി. മലയാളത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്. ലിപി മലയാളമാണ്, പക്ഷെ വാക്കുകൾ. ഓ, അങ്ങനെ. അപ്പൊ അത് മാറ്റി എഴുതണമെന്നാ പറയുന്നത്. കേരള സർക്കാർ അടിസ്ഥാന ഭരണ കാര്യാലയം എങ്ങനെയുണ്ട്? ഗംഭീരായിട്ടുണ്ട്. സാറിന്റെ ഭ്രാന്താണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഇനി എന്നാ ശരിയാവൂല. ശിശുപാല, ശിശുപാല, ഇന്ന് എന്താ ദിവസം ഒന്ന് ശിശുപാലൻ അറിയാമോ? നവംബർ 1. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? എന്റെ സാറേ, അത് ഈ നാട്ടിലെ ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും പറയില്ലേ. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് മദ്യഷാപ്പ് തുറക്കില്ല. അതാണോ കാര്യം? വേറെ എന്താ? ശിശുപാല, ഇന്ന് കേരളപ്പിറവിയാണ്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന്റെ 57ാം പിറന്നാൾ ദിനം. എന്റെ അച്ഛന് ഇതിനേക്കാൾ പ്രായമുണ്ട്. ഞാൻ വിചാരിച്ച് വലിയ സംഭവങ്ങളാണെന്ന്. ഇതൊന്നും ചെറിയ കാര്യമാണ്. ശിശുപാലിന്റെ മക്കളുടെ ജന്മദിനം ശിശുപാലൻ ആഘോഷിക്കാറില്ലേ? എനിക്കറിയാം, ആഘോഷിക്കാറുണ്ട്. അന്ന് ഞാൻ 2 പേർക്ക് കൂടുതലടി. ഇന്നിപ്പോ കേരളത്തിന്റെ ജന്മദിനമായിട്ട് കള്ളു കുടിക്കാൻ വല്ല മാർഗം ഉണ്ടോ സാറേ? എന്ത് പറഞ്ഞാലും ഒടുവിൽ അത് മദ്യത്തിൽ ചെന്ന് അവസാനിക്കും. ഇതാണ് ഈ നാടിന്റെ ശാപം. അവിടത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ മറുപടി പറയൂ. നമ്മുടെ ഈ എഴുത്തുപലക മാറ്റുന്നതിന്റെ കാര്യം. സാറേ, ആപ്പീസ് സർക്കാർ, ബോർഡ് സർക്കാർ, അതിൽ എഴുതിയിരിക്കുന്നത് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ. ഇനി തോന്നുന്നത് പോലെ സാറിന് മാറ്റി എഴുതാൻ ഈ സർക്കാർ എന്ന് പറയുന്ന സാറിന്റെ അച്ഛനൊന്നും അല്ലല്ലോ. ശിശുപാല, സാറേ, എന്താ? ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. കൈവശ അവകാശ രേഖ, സാക്ഷ്യപത്രം എന്ന് പറയാം. പേരെന്താ? മനു. മനു, കേരള സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാര്യാലയമാണിത്. ഇവിടെ മലയാളം മാത്രമേ സംസാരിക്കാവൂ. മനസ്സിലായോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നമ്മുടെ കാര്യാലയത്തിൽ ഓരോ കാര്യങ്ങൾക്കായി വരുന്നത് മലയാളികളായ ആൾക്കാരാണ്. പലർക്കും വിദ്യാഭ്യാസം വളരെ കുറവ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ എല്ലാ ഏർപ്പാടുകളും മലയാളത്തിലാക്കിയാലോ? അതിന് നമ്മുടെ ഏർപ്പാടുകളെല്ലാം മലയാളത്തിലാണല്ലോ. പക്ഷേ പുറത്തു വച്ചിരിക്കുന്ന ആ എഴുത്തുപലക. ഓ, അതാണോ പ്രശ്നം? അതിനിപ്പോ എന്ത് വേണമെന്നാ? മാറ്റി എഴുതണം. അത് മോഹനകൃഷ്ണൻ വിചാരിച്ചാ മതിയോ? തഹസിൽദാരോട് ചോദിക്കാം. തഹസിൽദാർ പോരല്ലോ. കളക്ടറോട് ചോദിക്കാം. ആരോട്? കളക്ടർ. ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവിയോട്. ഇപ്പൊ തന്നെ പോയി ചോദിക്കണം? പോയി ചോദിക്കണമെന്നില്ല, ഒന്ന് ഫോൺ ചെയ്താൽ മതിയല്ലോ. എന്ത് ചെയ്താൽ മതി? വിദൂര സംസാര ശ്രവണ ഉപകരണ യന്ത്രം. അല്ല, കമ്പിയില്ല, കമ്പി വഴി. പാടാണ്. അല്ല, ആരെ തോൽപ്പിക്കാനാ ഈ മലയാള വ്രതവുമായി മോഹനകൃഷ്ണൻ ഇറങ്ങിയിരിക്കുന്നത്? പക്ഷെ സാർ, മലയാളം എന്ന് പറഞ്ഞാൽ ഈ സാർ എന്നതും ഇംഗ്ലീഷാണ്. അതുപോലെ ഈ കാര്യാലയത്തിന്റെ മേധാവിയായ ഭവതിയോട് ഞാൻ... മതി മതി, എനിക്ക് വേറെ ജോലിയുണ്ട്. മോഹനകൃഷ്ണന്റെ ഭ്രാന്തം കേട്ടിരുന്നാലേ ഈ താലൂക്ക് കാര്യാലയത്തിന്റെ മേധാവി എന്റെ മെക്കിട്ട് കയറും. അതുകൊണ്ട് ചെല്ല്. അല്ല, പോകാൻ.
സാറിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? എങ്ങനെ ദേഷ്യം വരായിരിക്കും? സ്വന്തം ഭാഷ പറയുന്നത് ഭ്രാന്താണെന്ന് പറയുന്ന ആൾക്കാർ ഈ നാട്ടിൽ മാത്രമേ കാണൂ. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ മലയാളം പറയണമെന്ന് വാശി പിടിച്ചതിന് നീയും ലക്ഷ്മി പറഞ്ഞു എനിക്ക് വട്ടാണെന്ന്. ഉത്തമനെ വഴി കണ്ടപ്പോ അവനും ഇതേ വാചകം, മോഹനകൃഷ്ണൻ സാറിന് ഭ്രാന്താണെന്ന്. പിന്നെ വഴി കണ്ട സകലരും അത് തന്നെ പറഞ്ഞു. ശിശുപാലൻ പറഞ്ഞു, ശീലാപതി സാർ പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലാവുന്നതിന് ചോദിക്കാം, മലയാളം പറയുന്നത് എങ്ങനെ ഭ്രാന്താവും? അങ്ങനെ പിന്നെ കേരളത്തിലുള്ള സകലർക്കും ഭ്രാന്തായിരിക്കുമല്ലോ. മലയാളം പറയുന്ന ഭ്രാന്താണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ശീലമില്ലാത്ത സകല വാക്കുകളും മലയാളത്തിലാക്കണമെന്ന് വാശി പിടിക്കുന്നത് ഭ്രാന്ത് തന്നെയാണ്. ഓഹോ, ഭാമേ ഇതോടെ പോയി. ഭാമേ, എല്ലാ കാര്യങ്ങളും എന്നെങ്കിലും ഒരു ദിവസം തുടങ്ങിയല്ലേ പറ്റൂ. ഇന്ന് നവംബർ 1, പൂർണ്ണമായും മലയാളം പറഞ്ഞു തുടങ്ങാൻ ഇതിൽ നല്ലൊരു ദിവസം ഉണ്ടോ? എന്തിനാണ് ഇങ്ങനെ പൂർണ്ണമായിട്ട് മലയാളം പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. മോഹനേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ നവംബർ 1 തന്നെ ഉദാഹരണമല്ലേ? നവംബർ മലയാളം വാക്കാണോ? അപ്പോ ഒരു ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയാണ് കേരളപ്പിറവി തന്നെ. കുറ്റം പറയാൻ പറ്റില്ല. തുലാം 17 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കണക്ക് വേണ്ടേ? അതിനാണ് നവംബർ 1 എന്ന് പറയുന്നത്. എന്നാലും ഈ വില്ലേജ് ഓഫീസ് എന്ന പേരെങ്കിലും മാറ്റണ്ടേ? ഞാൻ റവന്യൂ മന്ത്രിക്ക് വിസ്തരിച്ചൊരു കത്ത് ചെയ്തിട്ടുണ്ട്. നന്നായി. ഇനി മോഹനേട്ടന്റെ കത്ത് വായിച്ച് മന്ത്രി വില്ലേജ് ഓഫീസിന് പകരം ഒരു മലയാളം പേര് കണ്ടെത്തിയാലും നാട്ടുകാരെ വില്ലേജ് ഓഫീസ് എന്ന് മാത്രമേ പറയുള്ളൂ. സംശയമുണ്ടോ? മോഹനേട്ടാ, ചില പേരുകൾ അങ്ങനെയാണ്. ശീലിച്ചതേ നമ്മൾ പറയൂ. അല്ലെങ്കിൽ ശീലിച്ചതിനേക്കാൾ എളുപ്പമുള്ള മറ്റൊരു പേര് കിട്ടണം. എളുപ്പത്തിൽ സ്വിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും വൈദ്യുത ഗമന ആഗമന നിയന്ത്രണ യന്ത്രം എന്ന് പറയുവോ? എന്റെ അമ്മോ, എനിക്കേ പറയാൻ പറ്റുന്നില്ല. പിന്നെ എന്നാലും മലയാളം പറയുന്നവന് വട്ടാണെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് മലയാളത്തിന് കുഴപ്പമല്ല. നമ്മൾ ഒരു കാര്യം എവിടെ വെച്ച് എപ്പോ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങള്. രാമായണം ശ്രേഷ്ഠമായൊരു പുസ്തകമാണ്. പക്ഷെ ആരെങ്കിലും അത് കള്ളുഷാപ്പിനകത്ത് വായിച്ചാൽ അവന് ഭ്രാന്താണെന്നല്ലേ പറയൂ. അത് രാമായണത്തിന് കുഴപ്പമാണോ? ആണോ? നീ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ മോഹനേട്ടൻ ഈ പിടിവാശിയും ദേഷ്യവും കളയണോന്ന്. മലയാളത്തെ ബഹുമാനിച്ചോ, പക്ഷെ ആ ബഹുമാനത്തിന്റെ പേരിൽ മലയാളത്തെ തന്നെ ഇങ്ങനെ കളിയാക്കരുത്. അപ്പൊ വില്ലേജ് ഓഫീസിന്റെ പേര് മാറ്റണമെന്നാണോ? മാറ്റണം. പക്ഷേ അതിനു മുന്നേ റവന്യൂ വകുപ്പിന്റെ പേര് മാറ്റണ്ടേ? റവന്യൂ മലയാളം വാക്കാ? പ്രശ്നമാണ് മോഹനകൃഷ്ണൻ സാറേ. പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അപ്പൊ സാറ് പോയി ഈ തുകൽ സഞ്ചിയും കാലം കൂടെയും മാറ്റിവെച്ച് കുപ്പായം മാറ്റി കുളിച്ചിട്ട് വന്നാൽ നല്ല 1-ാം തരം ദോശ ചുട്ടു തരാം. അത് കഴിച്ചിട്ട് താങ്കൾക്ക് വിശ്രമിക്കാം. എങ്ങനെയുണ്ട്? കംപ്ലീറ്റ് മലയാളം ആയില്ലേ? കംപ്ലീറ്റ് അല്ല, മുഴുവൻ മലയാളമായി. മലയാളത്തിന്റെ മഹാസാഹിത്യകാരനായിരുന്ന CV രാമൻപിള്ളയ്ക്ക് പകരം ഭൌതിക ശാസ്ത്രജ്ഞനായ CV രാമന്റെ പ്രതിമയുണ്ടാക്കി വെച്ച നാട്ടിൽ മലയാളം പറയാൻ ശ്രമിച്ച മോഹനകൃഷ്ണന് ഭ്രാന്താണെന്ന് ആളുകൾ പറഞ്ഞതിൽ അത്ഭുതമില്ല. എങ്കിലും മലയാളത്തോടുള്ള ബഹുമാനം മൂത്ത് മറ്റ് ഭാഷകളെ അവഗണിക്കുന്നതിനോടും ബുദ്ധിയുള്ളവർ യോജിക്കില്ല. CV രാമൻപിള്ളയുടെയും CV രാമന്റെയും പ്രതിമകൾ മാറിപ്പോയത് നിസ്സാരമായ കാര്യമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ സ്ഥിതിക്ക് അതിനേക്കാൾ നിസ്സാരമായ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണി.